ഗൃഹപ്പിഴ. ഗൃഹപ്പിഴേനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ താമസിക്കുന്ന ഇപ്പത്തെ വീട് കേട്ടോ, മാറ്റണ്ട്. ഒന്ന് വാടകയ്ക്കുണ്ട്, ഒന്ന് സ്വന്തമായിട്ടുണ്ട്. അപ്പൊ ഇനി എത്ര വീട് വേണം എന്നുള്ളത് അത് എൻ്റെ ചിന്താഗതി, എൻ്റെ ബിസിനസ് സംരംഭങ്ങളുടെ വിജയം എന്നിവയ്ക്കൊക്കെ അനുസൃതമായിട്ടിരിക്കും. പക്ഷെ ഗൃഹപ്പിഴ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം ഒന്നല്ല. അതായത് വീടിന്റെ മുഖം എങ്ങോട്ടാണ്, വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങള്, ഓരോ കാര്യങ്ങളുടെ അളവുകോലുകൾ, കാരണങ്ങൾ നിരത്തി ഓരോരുത്തരും ഗൃഹപ്പിഴയിൽ പൊട്ടുകിടക്കുകയാണ്. ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും വിജയിക്കണം. ജീവിത വിജയം എല്ലാവർക്കും ആഗ്രഹങ്ങളാണ്. ഇപ്പൊ എനിക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒന്ന് വിജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്തില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല. എന്താന്ന് വെച്ചാല് ഗൃഹപ്പിഴയിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൂന്നാമത്തെ വീട്. അപ്പൊ 3 വീട്ടില് ഒന്ന് നമ്മള് അച്ഛനുണ്ടാക്കിയ വീട്, അത് കഴിഞ്ഞു ഇപ്പൊ ഇത് നമ്മൾ വാങ്ങിയ വീട്, അത് കഴിഞ്ഞ് ഇപ്പൊ വേറൊരു വാടക വീട്. അപ്പൊ 3 വീടുണ്ട്. എനിക്കിപ്പോ ഇനി ഈ 2 വീട്ടിൽ വന്നിട്ട് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം ഏത് വീടാ നല്ലതെന്ന്. പിന്നെ വീട് എത്ര വേണമെങ്കിലും വാടകയ്ക്ക് എടുക്കാം, എന്താണെന്ന് ചെയ്യും. പക്ഷെ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ ആരോഗ്യ പ്രശ്നം പോലെ തന്നെ ഗൃഹപ്പിഴയുടെ പ്രശ്നങ്ങൾ ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാക്കി കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ്. അത് ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ചെലവ് കൂടുന്നത്, എന്തുകൊണ്ടാണ് വരവ് കൂടുതലുണ്ടായിട്ടും ചെലവ് കൂടുന്നത്, എന്തുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകുമ്പോൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അഗാധമായി ചിന്തിച്ച് വാസ്തു, അതുപോലെ എന്താ പറയാ, വീടിന്റെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ ഒക്കെ തിരുത്തി ക്ലിയർ ആക്കി കൊണ്ടുവന്ന് ജീവിത വിജയം നേടുക എന്നത് ഓരോ വ്യക്തിയുടെയും. അതിപ്പോ സാധാരണ ഇപ്പൊ നോർമലി എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കോടീശ്വരനായിട്ടുണ്ടെങ്കിലും അവനെ സംബന്ധിച്ചും പ്രശ്നങ്ങളുണ്ട്. ഏതൊരു കോടീശ്വരനും പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും എവിടുന്ന വരുന്നത്? ഒന്ന് അവനവന്റെ ചിന്ത, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ശരീരം, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് അവൻ താമസിക്കുന്ന ഗൃഹം. ഈ ഗൃഹാന്തരീക്ഷം എന്ന് പറഞ്ഞാല് ഗൃഹത്തിലുള്ള മൊത്തത്തില് ചിലപ്പോൾ ഉണ്ടാക്കിയ വീടായിരിക്കാം, അതല്ലെങ്കിൽ വാങ്ങിയ വീടായിരിക്കാം, അതും അല്ലെങ്കിൽ വാടക വീടായിരിക്കാം. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു നോളജ് ആർക്കുണ്ടാവണം? ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വാസ്തു ഏറ്റവും നല്ല കാണിപ്പയ്യൂര് അങ്ങനെയുള്ള ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെയും മിസ്റ്റേക്സുകളുണ്ട്. അപ്പൊ എന്താണ് കറക്റ്റ്? അപ്പൊ നോർമലി ഗൃഹപ്പിഴ എന്ന് പറഞ്ഞാൽ വാസ്തു മാത്രമാണെങ്കിൽ ഏറ്റവും നല്ല വാസ്തുശാസ്ത്രജ്ഞനായ ഏറ്റവും നല്ല കാണിപ്പയ്യൂര് ആളല്ലേ ഇവിടുത്തെ ഏറ്റവും നമ്പർ 1 ആവേണ്ടത്. അപ്പൊ അതല്ല, ഗൃഹപ്പിഴ വലിയ വിഷയം പറയാം.